ഏവർക്കും ഇലക്ട്രോണിക് കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് കൊമേഴ്സ് ടെക്നോളജി ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്റർനെറ്റ് ടെക്നോളജി. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ വെൻ ദേ സ്പീക്ക് എ കോമൺ ലാംഗ്വേജ് ഓർ യൂസ് എ കോമൺ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. ഇതിപ്പോൾ സാധാരണ നമ്മൾ മനുഷ്യന്മാർ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഒരു കോമൺ ലാംഗ്വേജ് ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു മെഷീനിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മെഷീനിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ദേ ഷുഡ് സ്പീക്ക് എ കോമൺ ലാംഗ്വേജ്, റൈറ്റ് അല്ലെ? അപ്പൊ അവരൊരു കോമൺ ലാംഗ്വേജ് സംസാരിക്കണം. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നതാണ് കോമൺ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങളാണ്, കുറെ റൂൾസ് ആണ്. ആ റൂൾസ് അനുസരിച്ചിട്ട് അവർ സംസാരിക്കും. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ യൂസ്ഡ് ഓൺ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിന്റെ പേരാണ് TCP/IP. എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IP has two parts. രണ്ട് parts ഉണ്ട്. TCP handles the transport of data and IP performs routing and addressing. Internet protocol perform ചെയ്യുന്നത് routing and addressing ആണ്. അടുത്തത് data transport. The two main methods for transporting data across the network are circuit and packet switching. രണ്ട് തരത്തിലുള്ള സ്വിച്ചിങ് ആണ് ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ടു മെയിൻ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ഡാറ്റ അക്രോസ് ദ നെറ്റ്വർക്ക് ആർ സർക്യൂട്ട് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. സർക്യൂട്ട് സ്വിച്ചിങ് ഇസ് കോമൺലി യൂസ് ഫോർ വോയിസ്. നമുക്ക് സംസാരിക്കുന്നത്, ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് വഴിയാണ്. ആൻഡ് പാക്കേജ് സ്വിച്ചിങ് ഫോർ ഡാറ്റ. ഡാറ്റ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പാക്കേജ് സ്വിച്ചിങ്ങും. വോയിസ് ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങും. Parts of the telephone system will operate as a circuit switched network. ടെലിഫോൺ സിസ്റ്റം ഒക്കെ ഏതാണ് ഒബേ ചെയ്യുന്നത്? സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ആണ്. Each link of a predetermined bandwidth is dedicated to a predetermined number of users for a period of time. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്ന ഈ വാക്ക് കുറച്ചൊരു പരിചയമില്ലാത്ത വാക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഓസ് എടുത്തു. ഓസ് ചെറിയ നേരിയ ഓസ് ആണെങ്കിൽ വെള്ളം വളരെ കുറവായിട്ട് പോകും. എന്നാൽ വലിയ തിക്കായിട്ടുള്ള ഒരു ഓസ് എടുത്തിട്ട് നമ്മൾ അതിൽ കൂടെ വെള്ളം നമ്മളെ ഗാർഡനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി കുറേ വെള്ളം നമ്മൾ ആ ഓസിലൂടെ കടന്നു പോകും. അതുപോലെ തന്നെ ഡാറ്റ പാസ് ചെയ്യുമ്പം ബാൻഡ്വിഡ്ത്ത് ആണ് തീരുമാനിക്കുന്നത് എത്ര ഡാറ്റ പാസ് ചെയ്യണം എന്നുള്ളത്. ഈച്ച് ലിങ്ക് ഓഫ് എ പ്രീഡിറ്റർമിൻഡ് ബാൻഡ്വിഡ്ത്ത് ഇസ് dedicated to a predetermined number of users for a period of time. The internet is a packet switching network. Internet എന്ന് പറയുന്നത് ഒരു പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക് ആണ്. TCP part of TCP/IP is responsible for splitting a message from the sending computer into packets, uniquely numbering each packet, transmitting the packets and putting them together in the correct sequence at the receiving computer. അതിൽ നമ്മൾ പറഞ്ഞു TCP/IP പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നത്. അതിൽ രണ്ട് ഭാഗങ്ങളാണ്, TCP/IP എന്നും വെറും TCP എന്നും വെറും IP എന്നും. അതിൽ TCPയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെസ്സേജ് സ്പ്ലിറ്റ് ചെയ്യുക. മെസ്സേജ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഒരു സെൻഡറും വേണം, ഒരു റിസീവറും വേണം. ഒരെൻഡില് സെൻഡറും ഒരെൻഡില് റിസീവറാണ്. സപ്പോസ് ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കാണ് ഒരു മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഞാനാണല്ലോ അയക്കുന്നത് മെസ്സേജ്. അപ്പൊ ഞാൻ എന്താണ്? സെൻഡർ ആണ്. കാനഡയിലുള്ള ആൾ എന്താണ്? റിസീവർ ആണ്. സെൻഡിങ് കമ്പ്യൂട്ടർ എന്റെ സൈഡിലാണ് ഉണ്ടാവുക, റിസീവിങ് കമ്പ്യൂട്ടർ കാനഡയിൽ യൂസ് ചെയ്യുന്ന ആളുടെ സൈഡിലാണ് ഉണ്ടാവുക. അപ്പൊ സെൻഡിങ് കമ്പ്യൂട്ടർ ഇപ്പൊ സ്പ്ലിറ്റിംഗ് ദ മെസ്സേജ് ഫ്രം ദ സെൻഡിങ് കമ്പ്യൂട്ടർ ഇൻ ടു പാക്കറ്റ്സ്. ആ മെസ്സേജിനെ പാക്കറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു യുണീക് നമ്പറിങ് കൊടുക്കുക, എന്നിട്ട് ആ പാക്കറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ആ റിസീവിങ് എൻഡില്, അതായത് കാനഡയിൽ, പുട്ടിംഗ് ദം ടുഗദർ ഇൻ ദ കറക്റ്റ് സീക്വൻസ് അറ്റ് ദ റിസീവിംഗ് കമ്പ്യൂട്ടർ. ആ ഡ്യൂട്ടികളൊക്കെ ആരുടെയാണ്? TCPയുടെ ആണ്. ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് പാക്കറ്റ് സ്വിച്ചിങ് ഇസ് ദാറ്റ് ഇറ്റ് പെർമിറ്റ്സ് ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് മേക്സ് ബെറ്റർ യൂസ് ഓഫ് അവൈലബിൾ ബാൻഡ്വിഡ്ത്ത്. പാക്കറ്റ് സ്വിച്ചിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഷെയറിംഗ് ഓഫ് റിസോഴ്സസും ആൻഡ് മേക്സ് ബെറ്റർ യൂസ് ഓഫ്
available bandwidth. അടുത്തത് routing. Routing is the process of determining the path a message will take from the sending to the receiving computer. ഏത് പാത്ത് സ്വീകരിക്കണം എന്നുള്ളത്. നമുക്കിപ്പം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് പല വഴി പോകാം. ഡയറക്റ്റ് ആയിട്ട് ഒരു പിന്നെ ഫ്രാങ്ക്ഫർട്ട് ഇറങ്ങി അങ്ങനെ പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്കൂടെ പോയി വെറുതെ അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടും നമുക്ക് വേണമെങ്കിൽ പോകാം. ബട്ട് ഇറ്റ് ടേക്സ് ടൈം, റൈറ്റ്? Routing is a process of determining the path a message will take from the sending to the receiving computer. It is a responsibility of the IP part of TCP/IP for dynamically determining the best route through the network. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ട് തീരുമാനിക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? IP-യുടേതാണ്. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ബിക്കോസ് റൗട്ടിംഗ് ഇസ് ഡൈനാമിക്. പാക്കറ്റ്സ് ഓഫ് ദ സെയിം മെസ്സേജ് മേ ടേക്ക് ഡിഫറെന്റ് പാത്സ് and not necessarily arrive in the sequence in which they were sent. Addressability. Messages can be sent from one computer to another only when every server on the internet is uniquely addressable. അത് ഇന്റർനെറ്റിലെ എല്ലാ സെർവറും യൂണിക്ലി അഡ്രസ്സബിൾ ആവണം. The Internet Network Information Center or INTER-NIC manages the assignment of unique IP addresses so that TCP/IP network anywhere in the world can communicate with each other. കുറേ സിസ്റ്റംസ്, കുറേ കമ്പ്യൂട്ടേഴ്സ്, കുറേ സെർവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനും ഒരു യുണീക്ക് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് അഡ്രസ്സബിലിറ്റി വർക്ക്ഔട്ട് ചെയ്യുന്നത്. That is, messages can be sent from one computer to another computer only when every server on the internet is uniquely addressable. The Internet Network Information Center manages the assignment of unique IP address so that TCP/IP networks anywhere in the world can communicate with each other. ഇങ്ങനെ യുണീക്ക് IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. An IP address is a unique 32-bit number. IP address എന്ന് പറയുന്നത് എന്താണ്? ഒരു 32-bit number consisting of 4 groups of decimal numbers in the range 0 to 255. എക്സാമ്പിൾ തന്നിരിക്കുന്നത് 128.192.73.60. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം 3 ഡോട്ട് ഉണ്ട്, പിന്നെ 128 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ്, 192, 73, 60. 4 ഡിജിറ്റ്സിനെ 3 ഡോട്ട് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് IP അഡ്രസ്സിൽ. IP നമ്പേഴ്സ് ആർ ഡിഫിക്കൽട്ട് ടു റീകോൾ. ഈ നമ്പേഴ്സ് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഹ്യൂമൻസ് ക്യാൻ മോർ ഈസിലി റിമെമ്പർ അഡ്രസ്സസ് ലൈക്ക് oc.mgmt.uga.edu. A domain name server converts aussie.mgmt.uga.edu to the IP address 128.192.73.60. അപ്പോൾ ഡൊമൈൻ നെയിം സെർവറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെ കിട്ടുന്ന ഡൊമൈൻ നെയിമിനെ IP അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. താങ്ക് യു.